ഒരു ദിവസം ഒരു കൊച്ചുകരടി കളിക്കുന്നതിനിടയിൽ അബദ്ധത്തിൽ ഒരു ചുവന്ന ബട്ടൺ അമർത്തി. മുകളിൽ സൂക്ഷിച്ചിരുന്ന എല്ലാ വസ്ത്രങ്ങളും താഴെ വീണു. കരടി അതെല്ലാം എടുത്ത് വാഷിംഗ് മെഷീനിലിട്ടു. സ്വന്തം വസ്ത്രങ്ങളും അതിലിട്ടു. പെട്ടെന്ന് ചുവന്ന സോക്സ് അതിലുണ്ടെന്ന് ഓർമ്മ വന്നു. പേടിച്ച് വാതിൽ തുറക്കാൻ ഓടിയെങ്കിലും പിടി ഒടിഞ്ഞുപോയി. സാരമില്ല, എല്ലാം ശരിയാകും എന്ന് സ്വയം പറഞ്ഞു. അവൻ ജയിലിലെത്തിയപ്പോൾ എല്ലാവരും ദേഷ്യത്തിലായിരുന്നു. അടുത്തിരുന്ന തടവുകാർ അവനെ തുറിച്ചു നോക്കി. കരടി ഒന്നും മിണ്ടാതെ ഭക്ഷണം കഴിക്കാൻ തുടങ്ങി. ഭക്ഷണം വളരെ മോശമായിരുന്നു. ആദ്യ കടിയിൽ തന്നെ അവന് ഛർദ്ദിക്കാൻ വരുന്ന പോലെ തോന്നി. ഒരു തടവുകാരൻ പാചകക്കാരനോട് കളിക്കരുത് എന്ന് മുന്നറിയിപ്പ് നൽകി. മറ്റൊരാൾ, ഭക്ഷണം മാറ്റിയാൽ ആരും നിങ്ങളെ ശല്യം ചെയ്യില്ല, എല്ലാവർക്കും വേണ്ടി എന്ന് പറഞ്ഞു. കരടി സമ്മതിച്ചു. അവൻ അടുക്കളയിലേക്ക് ഓടിച്ചെന്ന്, ചേട്ടാ, ഈ ഭക്ഷണം തീരെ മോശമാണ്. ആരാണ് ഉണങ്ങിയ റൊട്ടി കഴിക്കുക എന്ന് ചോദിച്ചു. ഇത് പറഞ്ഞ് അവൻ കെച്ചപ്പെടുത്ത് മനഃപൂർവ്വം പാചകക്കാരന്റെ ദേഹത്തൊഴിച്ചു. കാര്യങ്ങൾ കൂടുതൽ വഷളായി. അവൻ അത് വൃത്തിയാക്കാൻ ശ്രമിക്കവേ അബദ്ധത്തിൽ കടുക് സോസും മസ്റ്റാർഡ് ഒഴിച്ചു. എല്ലാം കുഴപ്പത്തിലായി. സഹായം ചോദിക്കാൻ തിരിഞ്ഞപ്പോൾ തടവുകാർ പേടിച്ചൊളിച്ചു. ദേഷ്യം വന്ന പാചകക്കാരൻ കോളറിൽ പിടിച്ച്, ഇന്ന് രാത്രി നിന്നെ അത്താഴത്തിന് ഇറച്ചിയാക്കും എന്ന് അലറി. പേടിച്ച കരടി വേഗം ഒരു കഷ്ണം റൊട്ടിയെടുത്ത് ജാം പുരട്ടി പാചകക്കാരന് നൽകി. പാചകക്കാരൻ അത് കഴിച്ചപ്പോൾ ഭാവം മാറി. ഇത്ര രുചിയുള്ള ഭക്ഷണം അയാൾ കഴിച്ചിട്ടില്ല. അയാൾ ചിരിച്ച്, ഇന്നു മുതൽ നീ എന്റെ സഹായിയാണ്, ആരും നിന്നെ ശല്യം ചെയ്യില്ല എന്ന് പറഞ്ഞു. രണ്ടുപേരും സന്തോഷത്തോടെ ചിരിച്ച് ഒരു ഉടമ്പടിയിലെത്തി. അങ്ങനെ കൊച്ചുകരടി അടുക്കളയിലെ പുതിയ ഹീറോ ആയി. അടുത്ത ദിവസം പാചകക്കാരൻ കരടിയോട് പ്രഭാത ഭക്ഷണം ഉണ്ടാക്കാൻ ആവശ്യപ്പെട്ടു. കരടി തിരക്കിലായിരുന്നതിനാൽ പാചകക്കാരൻ തന്നെ എല്ലാം ചെയ്യാൻ തുടങ്ങി. കരടി കുറച്ച് ഓറഞ്ച് കൊടുത്തു. പാചകക്കാരൻ ജ്യൂസ് ഉണ്ടാക്കി. അടുപ്പ് കത്തിച്ച് ഓറഞ്ചിന്റെ തൊലിവെള്ളത്തിൽ പഞ്ചസാരയും നാരങ്ങയും ചേർത്ത് തിളപ്പിച്ചു. ഉച്ചഭക്ഷണം തയ്യാറായപ്പോൾ തടവുകാർ കൈയടിച്ച് ആഘോഷിച്ചു. എല്ലാവരും പാചകക്കാരനെയും കരടിയെയും അഭിനന്ദിച്ചു.